ഒരുപാട് മാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇത് കാണാൻ നമ്മൾ വന്നത് തന്നെ. അപ്പോഴാണ് അത് അടുത്ത് വരുന്നുണ്ട്. അവനെ തൊടാൻ പറ്റും. കണ്ടോ, നല്ല രസമുണ്ട്. തൊടാൻ പറ്റും. നമുക്ക് നമ്മളെ മ്യൂസിയത്തിൽ പോയാൽ ഇത്രയും അടുത്തൊന്നും ആൾക്കാർ വരുമല്ലോ. ദൂരെയാണ് അവന്മാർ ഇരിക്കണത്. ഇപ്പോൾ 2 പേർക്ക് 100 രൂപയാണ് നമ്മളെ തെമ്മലയിലുള്ള എവിടെടാ ജുനൈദ്? മാൻ പാർക്ക്. അപ്പം ഇവിടെ കുറേ പണ്ട് നമ്മൾ വന്നിട്ടുള്ളതാണ്. ഇവിടെ വന്ന കുറേ മാൻ ഞങ്ങൾക്ക് ഇതിൽ പാർപ്പിച്ചേക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ ഇത് തെമ്മലയാണുള്ളത്. ഇങ്ങനെ നടന്ന് ടിക്കറ്റ് എടുത്തു. ഇനി നമ്മൾ നേരെ ഇതുവഴി കയറി പോവുകയാണ്. നമ്മളവിടെ തെങ്കാശി പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു മാൻ പാർക്കുള്ളത്. നമുക്ക് മുമ്പ് പണ്ടങ്ങാണ്ട് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ഒന്ന് കണ്ടിട്ട് പോകാൻ നമ്മൾ വീണ്ടും വന്നത്. ഇവിടെ മാൻ അടുത്താണ്. പണ്ട് വന്നിട്ടുള്ളൂ. പണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷം മുമ്പ് വന്നിട്ടുള്ളതാണ്. ഒരു 10-15 വർഷം മുമ്പ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ കുറേ മാനുകൾ ഇവിടെ അവർ പാർപ്പിച്ചിട്ടുണ്ട്. കുറേ അതിനെയൊക്കെ വന്ന് കാണാം. അങ്ങനെയുള്ള അടിപൊളി സ്ഥലമാണ്. നമ്മൾ തെമ്മല ഡാമിൻ്റെ അവിടെ നിന്നൊരു 1 കിലോമീറ്ററേ ഉള്ളൂ. പുനലൂർ റൂട്ടിലോട്ടാണ് ഈ സ്ഥലം പറഞ്ഞത്, ലൊക്കേഷൻ പറഞ്ഞത്. അപ്പം ആൾക്ക് 50 രൂപ വെച്ചാണ് ടിക്കറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഞാനും ജുനൈദ് മാത്രമേ ഉള്ളൂ ഇന്ന്, വേറെ ആരുമില്ല. എൻ്റെ കോസ്റ്റ്യൂമൊക്കെ അങ്ങനെ ഉണ്ട്. ഒരു വെറൈറ്റി കോസ്റ്റ്യൂമാണ്. ആണോ, ഇത് മാനല്ല, ഇത് മ്ലാവാണ്. മ്ലാവാണ് ഈ കാണുന്നത്. അല്ല, മ്ലാവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കാണിച്ചു തരാം, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം മ്ലാവിനെ. ഇത് മ്ലാവാണ്. ഇതിന് ഇവിടെ മ്ലാവാണ്, മ്ലാവിൻ്റെ ഇതാണ്. ഇപ്പുറത്തെ മാൻ, ഇതിനെയൊക്കെ നമുക്ക് അടുത്തടുത്ത് കാണാൻ പറ്റും. അപ്പോൾ എല്ലാം ഉച്ച സമയമായതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ അടിച്ചിട്ട് കിടന്നുറങ്ങിയാണെന്ന് തോന്നുന്നു. അവന്മാർ കിടന്ന് ഉറങ്ങിയാണ്. ഒരുപാട് പേരുണ്ട്. ഈ ഗ്രില്ല് കിടക്കുന്നതുകൊണ്ട് കറക്റ്റ് സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാടുണ്ട്. നമ്മൾ കുറച്ച് പേരാണ് ഇപ്പം ഇവിടെ വന്ന് കിടക്കണത്. ഇപ്പം ബാക്കി ഒരുപാട് എത്ര ഇവിടെ എഴുതിയിട്ടില്ല. ഇതാണ് നമ്മൾ പോയപ്പോൾ അന്ന് ബോണക്കാട്. പിന്നെ ഒന്നാണ് വണ്ടി കത്തി നമ്മൾ കണ്ടതെന്ന്. മ്ലാവ് എത്ര ഒന്നും ഉണ്ടെന്ന് ഇവിടെ കാണാൻ കഴിയില്ല. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മരങ്ങളുണ്ട് ഇവിടെ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊക്കെ മ്ലാവ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ മാനയെ കാണാം. പീക്കോക്ക്, മൈല കുറേ വെറൈറ്റി മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാൻ മാത്രമല്ല, മ്ലാവ് മാത്രമല്ല, പറയുമ്പോൾ തെറ്റിപ്പോയി. മ്ലാവ് മാത്രമല്ല, നമുക്ക് ഒരുപാട് മരങ്ങളൊക്കെ കാണാം. അത് അടുത്ത വെറൈറ്റി ഒരു മരം, ദന്തപ്പാല. പിന്നെ കുറേ മരങ്ങളൊക്കെ നമ്മൾ കാണാത്ത കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവളം, ഹീനാറി, തൊണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മൾ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്താണ് പേരെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ മനസ്സിലായത്. അപ്പോൾ നമ്മൾ ജുനൈദ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ജുനൈദിൻ്റെ ചാനലിന് അപ്പോൾ ജുനൂസ് വ്ളോഗ് കല്ലറയാണ്, ജുനൂസ് കല്ലറ വ്ളോഗ്. അപ്പോൾ ജുനൈദിന് ചാനലുണ്ട്. അപ്പോൾ ജുനൈദ് അവനും പ്രത്യേകം വ്ളോഗ് ചെയ്യുന്നുണ്ട്. അടുത്ത് ഇങ്ങനെ നാഗകൊണ്ട, കമ്പിപ്പാല, കുണ്ടപ്പാല. ഈ മരത്തിൻ്റെ പേര് ഇങ്ങനെയാണല്ലേ. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ വനങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം. തേക്കിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ജുനൈദ് സ്ഥലം? നമ്മൾ മ്യൂസിയത്തിൽ ട്രിവാൻഡ്രം സൂവിൽ പോയാൽ മാത്രമല്ല ഇത് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. നമ്മളൊക്കെ വന്ന് കാണേണ്ട സ്ഥലമാണ്. അപ്പോൾ ബാക്കി കാണാൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി നമ്മൾ നടന്നു പോകണം. പണ്ട് വന്ന് എനിക്ക് ഓർമ്മയാണ്. ആ ഓർമ്മ വെച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇവിടെ വലുതായിട്ട് അങ്ങനെ ആർക്കും അറിയത്തില്ല ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് ഇവിടെ. അപ്പോൾ തെമ്മലയിൽ നിങ്ങൾ തെമ്മല വന്നു കഴിഞ്ഞാൽ തെമ്മല ഡാം മാത്രമല്ല, വാട്ടർഫാൾസ് മാത്രമല്ല, ഇതുപോലെ നല്ല മാനയും മ്ലാവിനെയൊക്കെ കാണാം. അങ്ങനെ ഒരു സ്ഥലവും കൂടെ ഉണ്ട്.
നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ മരങ്ങൾ പേരൊക്കെ ഇരിക്കുന്നു. നമ്മളിതുവരെ ചിലത് മരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ചില മരങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ കണ്ടിട്ടുള്ള മരങ്ങളുടെ പേര് നമുക്കറിയത്തില്ല, പക്ഷേ അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അകത്തോട്ട് ഒരുപാട് മാന കാണുന്നുണ്ട്. ഇതാ അവിടെ മാന സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതാ നിൽക്കുന്ന ഒരാൾ ഒരുപാട് മാന. നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇത് കാണാൻ നമ്മൾ വന്നത് തന്നെ അപ്പോഴാണ് അടുത്ത് വരുന്നുണ്ട്. അവനെ തൊടാൻ പറ്റും. നല്ല രസമുണ്ട്, തൊടാൻ പറ്റും. നമുക്ക് നമ്മളെ മ്യൂസിയത്തിൽ പോയാൽ ഇത്രയും അടുത്തൊന്നും ആൾക്കാർ വരുമല്ലോ, ദൂരെയാണ് അവന്മാർ ഇരിക്കുന്നത്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് മാൻകൂട്ടങ്ങളുണ്ട്. കാരണം അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് ഗ്രില്ലിട്ടേക്കണം, നമുക്ക് കൂടുതൽ അകത്തോട്ട് ക്യാമറ വയ്ക്കാൻ പറ്റുന്നില്ല. നല്ല കൊമ്പൊക്കെ ഉള്ളിടത്ത് കണ്ട് നമ്മൾ പേടിച്ച് പോകാനായിട്ടാ പോകുന്ന ആൾ നല്ല കൊമ്പൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇത് സ്ഥലം മറക്കേണ്ട തെമ്മലയാണ്. തെമ്മലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തെമ്മല മാൻ പാർക്കിനകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അടുത്ത കുറേ മരങ്ങൾ കാണാം. കുറേ വെറൈറ്റി മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഒരുപാട് പേരുണ്ട് ഇതോ അവിടെ. എനിക്ക് ഗ്രില്ലിട്ടേക്കൊണ്ടാണ് ക്യാമറ അകത്തോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല. ചൂടൊക്കെ ഉള്ളതെന്ന് നേരെ ചൂടത്തൊക്കെ നിൽക്കുകയാണ്. അത്യാവശ്യം ചൂടൊക്കെ ചൂട് കുറവുണ്ട് പുറത്തേങ്ങാട്ടി. ഒരുപാട് പേരുണ്ടാണ്. ഇത്രയും അടുത്തൊക്കെ നമ്മൾ മാന കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാൾ അപ്പോൾ അടുത്തോട്ട് വരുന്നുണ്ട്. നമ്മളെ കയ്യിൽ ഫുഡൊക്കെ ഉണ്ടെന്നും പറഞ്ഞാണ് നമ്മൾ അടുത്തേക്ക് വരുന്നത്. പ്രത്യേകം നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കയ്യിലുള്ള ഫുഡ് ഇവർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ കൊണ്ടുവന്ന് നമ്മളെ കയ്യിലുള്ള ഒരു ഫുഡ് പോലും ഇവർക്ക് കൊടുക്കാൻ പാടില്ല. എന്നുവെച്ചാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവസാനം അകത്താവും. ഇതിൻ്റെ കൊമ്പാണ് അണ്ണേ. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെന്താ കുട്ടികൾക്ക് വന്ന് കളിക്കാൻ പറ്റിയ പാർക്കൊക്കെ അപ്പുറത്തവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇതൊക്കെയാണ് മാൻ പാർക്കിൻ്റെ ഒരു കാഴ്ചകളെന്നൊക്കെ പറയുന്നത്. നമുക്ക് ഒരുപാട് മാനുണ്ട്, അകത്തോട്ടൊക്കെ ഉണ്ട്. കുറേ പേരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. ഇത് കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടില്ല ഇത് എത്ര ഏക്കറാണെന്നും എത്ര മാൻ ഇതിനകത്ത് ഉണ്ടെന്നും ഒന്നും എഴുതിയിട്ടില്ല ഇവിടെ ഇനി ഇതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ മാൻ പാർക്കിൻ്റെ കാഴ്ചകൾ. ഇവിടെ പറഞ്ഞ വിസിറ്റേഴ്സിനൊക്കെ ടൂറിസ്റ്റിനൊക്കെ അവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ആൾ കുറവാണ്. ഇപ്പം ഒന്ന് ഞായറാഴ്ച ആയിട്ട് വളരെ ആൾ കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞ എനിക്ക് വലുതായിട്ട് ഇങ്ങനെ എന്താ പറയുക അറിയത്തില്ല ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന്. നല്ല ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് നല്ല മാൻകൂട്ടങ്ങൾക്ക് പുള്ളിമാൻ ഇവിടെ ഫുഡ് കൊടുക്കുന്ന ടൈമായപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ പോകാൻ പോയതാണ്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമായിട്ടുണ്ട്. അതൊന്ന് കാണാം. ഫുഡും വെള്ളവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക്. അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർക്ക് എവിടെയാണ് ഫുഡ് കൊടുക്കണമെന്നുള്ളതാണ്. വരി വെച്ച് പോവുകയാണ് അവർ. ഇത് സ്കൂളിൽ നമ്മളൊക്കെ ബെല്ലൊക്കെ അടിക്കാൻ പറ്റില്ലടാ, ഫുഡ് കഴിക്കാൻ പോകില്ല. അതുപോലെ അവർ കണ്ട പുള്ളിയുടെ പിറകെ ഇങ്ങനെ വരി വെച്ച് പോവുകയാണ്. അവർ കൃത്യമായിട്ടുള്ള സ്ഥലം അറിയാം, അതുകൊണ്ട് അവരിങ്ങനെ പോവുകയാണ്. ഒരുപാട് പേരുണ്ട്. നമ്മൾ പോകാൻ വേണ്ടി ഇന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം. അപ്പം ഇത് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൽക്കുന്നത്. എല്ലാവരും സെറ്റായിട്ടും ഫുഡ് കഴിക്കുന്നു. അവർ കൃത്യമായിട്ടുള്ള സമയത്ത് അവർ ഫുഡ് കൊടുക്കും.
ആ സമയമാകുമ്പോൾ എല്ലാവരും ഇവിടെ എത്തും. ഇനി ഒരുപാട് അകത്തോട്ടൊക്കെ ഇപ്പോൾ നിൽക്കുന്നതാണ്. പിന്നെ കുറേ പേര് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ കടന്നൊക്കെ ഓടി വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ സമയമായിട്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ തെന്മലയിലെ മാൻ പാർക്കിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പം ഇവിടുത്തെ ഇതൊക്കെ എത്രയേ ഉള്ളൂ. അപ്പോൾ നേരെ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകലടാ ജനേരെ. അപ്പം മാൻ പാർക്കിലെ കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്ഥലം നമ്മൾ എവിടെയാണെന്ന് പ്ലാൻ ചെയ്തില്ല, നേരെ പോവുകയാണ്. അപ്പോൾ അത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ.